ഹലോ, എല്ലാവർക്കും ഷൈമാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു സോപ്പിൻ്റെ ലോങ് വീഡിയോ ഇടാൻ കുറച്ചൊന്ന് വൈകി. ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ തന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്ത് കളർ ഉപയോഗിച്ചിട്ടാണ് ഈ സോപ്പ് ഉണ്ടാക്കുന്നത്, എന്ത് സോപ്പാണ്, റെഡ് വൈൻ സോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നൊക്കെ എല്ലാവരും എൻക്വയറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ ഇടാൻ ഒരു ഇത്തിരി വൈകി, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു സോപ്പ് എങ്ങനെ തയ്യാറാക്കിയെന്നും അതിനെ എങ്ങനെ പാക്ക് ചെയ്യാമെന്നും ഇപ്പം അധികവും വരുന്ന ഒരു കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് സോപ്പ് ഉണ്ടാക്കിയൊക്കെ വെച്ച് നന്നായിട്ടിരിക്കുന്നു, പക്ഷെ ചിലപ്പം പെട്ടെന്ന് തന്നെ ഈ ബബിൾസ് വരുന്നത് എന്താണ്, അത് നിങ്ങൾ ഈ റാപ്പ് ചെയ്യുന്നത് കറക്റ്റ് ആവാതാവുമ്പോൾ ഇതിൽ കൂടെ എയർ കയറുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു കംപ്ലയിൻറ്റ് വരുന്നത്. അപ്പോൾ നന്നായിട്ട് റാപ്പ് ചെയ്ത് സോപ്പ് സെറ്റായി കഴിയുമ്പോൾ റാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കംപ്ലയിൻറ്റും വരത്തില്ല. അപ്പോൾ നമുക്കതൊക്കെ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. പറയുന്ന പോലെ തന്നെ നമ്മൾ മെഷർമെൻറ്റ് കറക്റ്റിൽ എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 500 ഗ്രാം സോപ്പ് ബേസ് എടുക്കുന്നുണ്ട്. പാരബൻ സൾഫേറ്റ് സൾഫർ ഫ്രീ ആയിട്ട് വരുന്ന നമ്മുടെ ഗ്ലിസറിൻ ബേസ് ആണ് എടുത്തിരിക്കുന്നത്. ഒരു 500 ഗ്രാം എടുത്ത് അതൊരു ചെറിയ ക്യൂബുകളാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ടി കുറച്ച് കട്ട് ചെയ്തെടുക്കണമെന്ന് നമ്മൾ എപ്പോഴും പറയുന്നത്. കാരണം ആദ്യമായിട്ട് സോപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാരാകുമ്പോൾ നമുക്ക് ഇതെങ്ങനെ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ വലിയ പീസായിട്ട് ഇട്ട് കഴിഞ്ഞാലും മെൽറ്റായി വരും എന്നൊക്കെ വിചാരിച്ച് വലിയ പീസായിട്ട് ഇടും. പക്ഷെ അങ്ങനെ ഇടരുത്. ചെറിയ പീസാക്കി ഇട്ട് കഴിയുമ്പോൾ നല്ലപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റായി കിട്ടും. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. പിന്നെ നമ്മുടെ വെള്ളം എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ ചൂടായി കിടപ്പുണ്ട്, അതിലേക്ക് നമുക്ക് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കിത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്കിതിന് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകൾ എടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു ബൗളിനകത്തേക്ക് അലോവേര ജെല്ലാണ്. ഒരു 25 ഗ്രാം അലോവേര ജെല്ല്, 1 സ്പൂൺ വെജിറ്റബിൾ ഗ്ലിസറിൻ, അതുപോലെ തന്നെ 1 സ്പൂണ് വൈറ്റമിൻ ഇ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനമാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സാധനം വരുന്നത്. നിങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇതിലേക്ക് ഒഴിച്ച ആ ഒരു റെഡ് കളർ എന്ന് അല്ലേ. ഇതിലേക്ക് നമ്മളിപ്പോൾ ഒഴിക്കുന്ന കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഐറ്റം എന്ന് നിങ്ങളെല്ലാം ചോദിച്ച് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേമ്പാടയാണ്. നമുക്ക് ആയുർവേദ ഷോപ്പുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന വേമ്പാട, പച്ചമരുന്നുകൾ വാങ്ങുന്ന ഷോപ്പുണ്ടല്ലോ, അവിടെ ചെന്ന് ചോദിച്ചാൽ നമുക്കിത് കിട്ടും. അപ്പം നമുക്കിതൊരു നമ്മൾ ആദ്യം എടുത്ത 25 ഗ്രാം ജെല്ലിനകത്തേക്ക് 1 സ്പൂൺ വൈറ്റമിനും 1 സ്പൂൺ ഗ്ലിസറിനും ഒഴിച്ചതിന് ശേഷം ബാക്കി 50 ഗ്രാം തേക്കാൻ വേണ്ടിയിട്ട് ബാക്കി നമ്മളൊരു 7 സ്പൂണോളം നമ്മുടെ ഈ ഒരു ഓയിൽ എടുത്തിട്ടുണ്ട്. ഇത് വേമ്പാടയും പ്യുവർ കോക്കനട്ട് വെളിച്ചെണ്ണ എന്ന് വെച്ചാൽ മില്ലിലാട്ടി ചക്കിലാട്ടി എടുത്ത വെളിച്ചെണ്ണയ്ക്കകത്ത് ഇട്ട് വെച്ച് എടുത്ത മിക്സാണിത്. ഈ വേമ്പാട വെളിച്ചെണ്ണയിൽ ഇട്ട് വെക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള എന്ന് വെച്ചാൽ നല്ല പ്യുവർ ആയിട്ടുള്ള വെളിച്ചെണ്ണയ്ക്കകത്ത് ഒഴിച്ച് വെച്ചിട്ട് ആ വെളിച്ചെണ്ണയിൽ നിന്നുള്ള ലിക്വിഡാണിത്. ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഈ ഒരു കളർ കണ്ടല്ലോ, നമ്മൾ ഒരു പൊടി പോലും ഫുഡ് കളറോ കെമിക്കൽ കളറോ ആഡ് ചെയ്യാതെ ഈ വേമ്പാടയുടെ കളറാണ് നമുക്ക് ഈ ഇറങ്ങിയിരിക്കുന്നത്. നമ്മുടെ എന്താ പറയുക ഫേസ് മസാജിങ് ഓയിലൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മളിത് ഉപയോഗിക്കും. അതുപോലെ ഹെയറിന് ഞാൻ വെളിച്ചെണ്ണയിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു വെളിച്ചെണ്ണയുടെ റിവ്യൂ. വാങ്ങിയ കസ്റ്റമറെല്ലാം നല്ല അഭിപ്രായമാണ്. മൈഗ്രെയിൻ വരെ മാറി, ഉറക്കം കിട്ടുന്നുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും തീരുന്നുണ്ട് നമ്മുടെ ഒരു ഹെയർ ഓയിൽ കൊണ്ട്. അപ്പോൾ ആ ഒരു ഹെയർ ഓയിൽ തയ്യാറാക്കുമ്പോൾ പോലും നമ്മളിത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അതേ ഫേസിൽ നമുക്ക് മസാജിങ് ഓയിലായിട്ട് വരെ ഇതുണ്ടാക്കാൻ പറ്റും. ഈ ഒരു വേമ്പാട വെച്ചിട്ട് നമ്മുടെ ചുണ്ടിന് കെയർ ചെയ്യാനും ഇതിനെല്ലാം ഈ ഒരു എണ്ണ ഉപകാരപ്പെടും. അപ്പം അത് വെച്ചിട്ടാണ് നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആവാൻ വേണ്ടിയിട്ടൊരു സോപ്പ് ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ ഈ റെഡ് വൈൻ സോപ്പ് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ റെഡ് കളറൊക്കെ ചേർത്തിട്ട് നമ്മൾ പലതും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. പക്ഷേ ഇത് നല്ല ഓർഗാനിക്കായിട്ട് ഒരു കളറും ഇല്ലാതെ നല്ല അടിപൊളി പർപ്പിൾ കളറിൽ ഡാർക്ക് എന്നുവെച്ചാൽ റെഡ് വൈൻ കളർ, കറക്റ്റ് റെഡ് വൈൻ കളർ സോപ്പ് നമുക്കിതുകൊണ്ട് കിട്ടും. പിന്നെ നമ്മൾ എന്തിനാ വെറുതെ കുറച്ച് കളറൊക്കെ കോരി ഒഴിച്ച് സോപ്പിനെ കളർ കൂട്ടി അട്രാക്ഷൻ ആക്കാൻ നോക്കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സോപ്പുകളാണ് നമുക്ക് ഏറ്റവും നമ്മുടെ ഫേസിന് യോജിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആവാനൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആ ഒരു കൂട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ എണ്ണയും അലോവേര ജെല്ലും അതുപോലെ തന്നെ വൈറ്റമിനും ഗ്ലിസറിനും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ ഒരു കൂട്ട് നമ്മുടെ ബേസ് മെൽറ്റായ ബേസിലേക്ക് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അത് മെൽറ്റ് ചെയ്തപ്പോൾ ഉള്ള കളറും ബേസിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ ഉള്ള കളറും നിങ്ങൾ കണ്ടല്ലോ, എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത്. നല്ല ഡാർക്കായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്കൊന്ന് ഫേസ് നല്ല രീതിയിലൊന്ന് ഗ്ലോ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഈ ഒരു സോപ്പാണ് നമ്മൾ സ്ഥിരം ഫേസിൽ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് നല്ലോണം മനസ്സിലാവും.
അപ്പോൾ കഴിയുന്നതും എല്ലാവരും ഈ ഒരു സോപ്പ് ഉണ്ടാക്കി നോക്കുക. ഇതേപോലെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ വലിച്ചഴിച്ച് നീട്ടി കുറേ കഥകൾ പറഞ്ഞ് നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പം നിങ്ങൾക്ക് എന്ത് സാധനമായാലും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ആരെയും ബോറടിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന രീതിയിലാണ് എനിക്ക് നിങ്ങളോട് പ്രസൻറ്റേഷൻ ചെയ്യാൻ അറിയുന്നത്. ഇതെന്ന് വെച്ചാൽ സാഫ്രൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ്. നല്ല സ്മെല്ലാണ്, നല്ല കമ്പനി ഫ്രാഗ്രൻസ് ഓയിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഫ്രാഗ്രൻസ് ഓയിൽ സാഫ്രൻ്റെ. ഒരു 10-15 തുള്ളിക്കുള്ളിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഞാൻ ഈ ഒഴിക്കുന്ന ലിക്വിഡ് ഏത് സോപ്പ് ഉണ്ടാക്കിയാലും ഈ നമ്മുടെ ഫ്രാഗ്രൻസ് എത്ര ഡ്രോപ്സാണ് ഒഴിക്കുന്നതെന്നുള്ളത്. ഈ പറയുന്ന ഡ്രോപ്സ് കൂടുതൽ നമ്മൾ ഒഴിക്കാറില്ല. നമ്മുടെ ഫ്രാഗ്രൻസ് ഓയിൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അതറിയാം എത്രത്തോളം ഒഴിച്ചാലാണ് മണം കിട്ടുക എന്നുള്ളത്. ആ ഒരു സ്മെല്ല് നല്ല സ്മെല്ലാണ്, ഇതിന് യോജിച്ച് നല്ല അടിപൊളി ഒരു സ്മെല്ലാണ്. അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കാം, കോൺടാക്ട് ചെയ്താൽ മതി. ഫ്രാഗ്രൻസ് ഓയിൽ എല്ലാ തരം ഫ്രാഗ്രൻസ് ഓയിലും അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത്. അപ്പം നമുക്കിതാ 500 സോപ്പ് ഈ ഒരു മോൾഡിനകത്തേക്ക് ഒരു 6 എണ്ണം കിട്ടിയിട്ടുണ്ട്. 5 എണ്ണം നിറച്ചു ഒഴിച്ചിട്ടുണ്ട്, ഒരെണ്ണം ഒരു 1/4 ഭാഗത്തോളം ഉള്ളത്. അപ്പം നമുക്ക് ഇനി ഇതൊരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഒന്ന് മോൾഡിൽ നിന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളറ് കിട്ടിയതും എങ്ങനെയാണ് ഈ കളർ കിട്ടിയത്. നാച്ചുറൽ കളറാണെന്നുള്ളതൊക്കെ ബോധ്യപ്പെട്ടല്ലോ. ഞാൻ ഒഴിച്ച കളർ എന്താണെന്ന് അറിയാതെ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരുന്നത് എത്ര ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഷോർട്ട് ഇട്ടിട്ട് ലോങ് ഇട്ടില്ലല്ലോ എന്നൊക്കെയുള്ള പരാതികളൊക്കെ എനിക്കിങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ സോപ്പ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ സോപ്പ് സെറ്റായി കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് മോൾഡിലേക്ക് ഒഴിച്ച സമയത്തുള്ള കളറും നല്ലോണം ഉണങ്ങി കഴിഞ്ഞപ്പോൾ അതിലേക്ക് തിക്കായി കഴിഞ്ഞപ്പോൾ ഉള്ള കളറും വെച്ച് നോക്കാം. കണ്ടാ നല്ല അടിപൊളി പർപ്പിൾ എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേപ്പിൻ്റെ കളറ്. നമ്മൾ കറുത്ത മുന്തിരിയൊക്കെ വാങ്ങി കഴിയുമ്പോൾ ജ്യൂസ് അടിക്കാനൊക്കെ വാങ്ങി കഴിഞ്ഞ് ജ്യൂസ് അടിച്ച് കഴിയുമ്പോൾ ഉള്ള ഒരു കളറില്ലേ, ആ കളറിൽ നമുക്ക് ഈ സോപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അടിപൊളി റെഡ് വൈൻ സോപ്പ്. ഇത് തീർത്തും നമുക്ക് ഒരു സംശയം ഇല്ലാതെ പറയാൻ പറ്റും. അടിപൊളിയല്ലേ സംഭവം. നമ്മുടെ ഈ ഒരു വേമ്പാടയുടെയും കോക്കനട്ട് ഓയിലിൻ്റെയും ഗുണം നമ്മുടെ ഫേസിന് എത്രത്തോളം ഫലം കിട്ടും എന്നുള്ളത് ഇത് ഉപയോഗിച്ച് തന്നെ നോക്കുക. നമ്മളിപ്പോൾ ഇത് ചെയ്ത് നമ്മുടെ വീട്ടിൽ ഉപയോഗത്തിനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശംഖുപുഷ്പം ചെയ്ത് അതിൻ്റെ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഒരു വേമ്പാടയുടെ സോപ്പ് നമുക്ക് ഈ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന സോപ്പാണ്. അപ്പോൾ ഓരോ സ്കിന്നിനും ഓരോ ഐറ്റം സാധനങ്ങളായിരിക്കും സൂട്ടാവുക. ചിലപ്പോൾ എല്ലാവർക്കും ശംഖുപുഷ്പം ചേരണമെന്നില്ല സോപ്പിൽ, അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് ചേരണമെന്നില്ല. അപ്പോൾ പല സ്കിന്നാണ് പലർക്കും. അപ്പോൾ അതേ സ്കിന്നിന് പലതും നമ്മൾ പരീക്ഷിച്ച് നോക്കിയാലായിരിക്കും നമുക്ക് മനസ്സിലാവുക ഏതാ നമുക്ക് പറ്റിയെന്ന്. നമ്മുടെ സോപ്പ് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ചോദിക്കും എപ്പോഴാണ് ഇതൊന്ന് റാപ്പ് ചെയ്ത് വെക്കേണ്ടത്, സോപ്പ് ഉണങ്ങിക്കഴിഞ്ഞ് പിറ്റേന്നാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് പിറ്റേന്നാണോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും കമൻറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് 3 മണിക്കൂർ കൊണ്ട് നമ്മുടെ സോപ്പ് സെറ്റ് ആവുന്നുണ്ട്. ആ സെറ്റായി കഴിഞ്ഞ് നമ്മൾ ആ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അന്നേരം തന്നെ നമ്മളത് റാപ്പ് ചെയ്ത് വെക്കണം. നന്നായിട്ട് റാപ്പ് ചെയ്തില്ലെങ്കിൽ ഈ തണുപ്പ് മഴയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സോപ്പിനുള്ളിലേക്ക് എയർ കയറി കഴിയുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ മഴത്തുള്ളി പോലെ ഇങ്ങനെ ബബിൾസ് പൊങ്ങി വരുന്ന കാണാം. അപ്പം നമ്മൾ എത്രത്തോളം നല്ലോണം റാപ്പ് ചെയ്ത് നല്ലപോലെ അത് ഒട്ടിച്ച് വെക്കുന്നോ, അതിന് ഒരു പൊടി എയർ പോലും കയറാതെ നന്നായിട്ട് സുരക്ഷിതമായിട്ട് വെക്കുന്നുണ്ടോ അതുവരെയും നമുക്ക് എത്രയും നാൾ വേണമെങ്കിലും ഈ സോപ്പ് അങ്ങനെ ഇരുന്നോളും. അപ്പം ഈ ഒരു സോപ്പൊക്കെ ഒരു 10 മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ എക്സ്പയർ ആവാതിരിക്കും. കാരണം നമുക്ക് 1 ഇയർ എക്സ്പയർ ഉള്ള സോപ്പ് ബേസ് ആണ്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ജെൽ ഐറ്റംസും അതുപോലെ ഓയിലുമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് വിദേശത്തേക്കൊക്കെ ചെയ്ത് കൊടുത്തു വിടുന്ന ആൾക്കാർക്ക് ഈ ജ്യൂസൊക്കെ കൊടുത്തു വിടുമ്പോൾ ജ്യൂസ് ഐറ്റം സോപ്പൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ആകെ 1 മാസം 2 മാസമൊക്കെ കിട്ടുള്ളൂ. അത് പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കണം. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് കുറച്ചധികം സ്റ്റോക്ക് ചെയ്താലും നമുക്ക് കേടാവത്തില്ല. റാപ്പ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇത് ഒരുപാട് കാലം ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഫേസിന് അത്രയും ഗുണം ചെയ്യുന്ന ഒരു സോപ്പാണിത്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസാണ് ഈ ഒരു ചാനലിൽ ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ തരുന്ന ഓരോ പിന്തുണയും ഓരോ ലൈക്കുമാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഓരോ പ്രചോദനമാവുന്നത്. പിന്നെ നമ്മുടെ സന്തോഷ വാർത്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ വൈകിപ്പോയി, നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ആദ്യ വരുമാനങ്ങൾ കിട്ടി. നമ്മൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകണം. നിങ്ങൾക്കെല്ലാം ഫ്രീ ആയിട്ടൊരു ക്ലാസ് അല്ലെങ്കിൽ ഒരു പഠിക്കാനുള്ള ഒരു ചെറിയ കുഞ്ഞറിവ് പറഞ്ഞു തരാൻ പറ്റിയതിൽ അതിൽ നിന്നും എനിക്ക് യൂട്യൂബ് തന്ന ആ ഒരു പ്രതിഫലം
ഭയങ്കര താങ്ക്സ്, ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയുന്നു നിങ്ങളോട്. അപ്പം പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ വിലപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബുമാണ് ഇനിയും മുന്നോട്ട് പോകാനുള്ള എൻ്റെ ഒരു എന്താ പറയുക പ്രചോദനം. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഈ സോപ്പ് ആവശ്യമുള്ളവർക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും. അതല്ല സോപ്പ് ഉണ്ടാക്കേണ്ടുള്ള ഐറ്റംസുകൾ വേണമെന്നുണ്ടെങ്കിലും അത് നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും. നമ്മൾ വാട്സപ്പ് നമ്പറാണിത്. കഴിയുന്നതും വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. കോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ വീഡിയോ എടുക്കുന്ന സമയം എഡിറ്റ് ചെയ്യുന്ന സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കഴിയുന്നതും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ പറയുന്നത്. മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പം ഇനി പുതിയ പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും വരുന്നത് വരെ ഓക്കെ ബൈ.